ഹായ് ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അജയ് ആണെങ്കിൽ ഭൂമിയെ വിവാഹം കഴിക്കാൻ കേട്ടോ. കാരണം അജയോട് പോലും പറയാതെ പെട്ടെന്ന് തന്നെ അവരുടെ എൻഗേജ്മെൻറ്റ് ഏർപ്പാടാക്കാൻ കേട്ടോ. സൗഭാഗ്യപുരത്തുള്ള എല്ലാവരും കൂടെ ചേർന്നിട്ട് അങ്ങനെ അജയ് ആണെങ്കിൽ അണിയിച്ചൊരുക്കിയ ആ ഒരു സെറ്റിയിൽ വന്ന് ഇരിക്കുമ്പോൾ പോലും അജയ് അറിയുന്നില്ല ഇന്ന് തൻ്റെ വിവാഹ നിശ്ചയമാണെന്ന്. അങ്ങനെ നമ്മുടെ അഞ്ജനയാണെങ്കിൽ ഇറങ്ങി വന്ന് തൻ്റെ അടുക്കിലിരിക്കുമ്പോഴും അതുപോലെ തന്നെ അജയുടെ അച്ഛൻ ഒരു മോതിരം അജയുടെ നേർക്ക് നീട്ടുമ്പോഴുമാണ് അജയ് ആ ഒരു സത്യം മനസ്സിലാക്കുന്നത് കേട്ടോ. അങ്ങനെ ദേഷ്യം അടക്കാനാവാതെ അജയ് ആണെങ്കിൽ ഇരിപ്പിടത്തിൽ നിന്ന് എണീക്കുകയാണേ. അത് കണ്ടുകൊണ്ട് പൂജാരിമാർ പറയുന്നുണ്ട്, ഇരുന്നെടുത്തുനിന്ന് എണീക്കാൻ പാടില്ല, അത് ദോഷമാണ് എന്നൊക്കെ പറയുമ്പോൾ എനിക്കിഷ്ടമില്ലാത്ത ഈ ഒരു വിവാഹം ഞാൻ പോലും അറിയാതെ ഇങ്ങനെ നടത്തുന്നതിൽ നാണമില്ല ഇവർക്ക്, എന്നിട്ട് ഞാൻ എണീക്കുന്നത് ആപത്താണെന്ന് പോലും എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ട് എണീക്കാൻ കേട്ടോ അജയ്. ഇത് കണ്ടുകൊണ്ട് സൗഭാഗ്യ മുത്തശ്ശി പറയുന്നുണ്ട്, അജയ് നിന്നോടവിടെ ഇരിക്കാനാണ് പറഞ്ഞത്, നിനക്ക് എൻ്റെ ജീവനാണോ വലുത് അതോ നിൻ്റെ വാശിയാണോ വലുത്? നീ ഇവർക്ക് ഒരു ഉറപ്പ് നൽകിയാണ് ഇവിടെ കൂട്ടിക്കൊണ്ടു വന്നത്. നിനക്കറിയാമല്ലോ നീ പറഞ്ഞതൊക്കെ, നീ പറഞ്ഞ വാക്ക് പാലിക്കുന്നവനാണെന്നാണ് ഞാൻ ഇത്രയും നാളും കരുതിയത്. ആ വാക്ക് നീ തെറ്റിക്കരുത്. ഇവളെ നീ ഇവിടേക്ക് വിളിച്ചുകൊണ്ട് വന്നത് വിവാഹം കഴിച്ചോളാം എന്നുള്ള ഉറപ്പിന്മേലാണ് എന്നൊക്കെ പറയുമ്പോൾ അജയ് പറയുന്നുണ്ട്, വീട് വിട്ടുപോയ രണ്ടുപേരെ എത്ര കള്ളം പറഞ്ഞെങ്കിലും ഇവിടേക്ക് കൊണ്ടുവരണം എന്ന് മാത്രമേ ഞാൻ കരുതിയുള്ളൂ മുത്തശ്ശി, അല്ലാതെ മറ്റൊന്നുമല്ല. ഞാൻ അന്നും ഇന്നും പറയുന്ന ഒരു കാര്യം, എനിക്ക് അഞ്ജനയെ ഇഷ്ടമല്ല, അവളെ വിവാഹം കഴിക്കാൻ എനിക്ക് താല്പര്യമില്ല. പിന്നെയും എല്ലാവരും കൂടെ ഇങ്ങനെ എന്നെ ഹരാസ് ചെയ്യുന്നത് എന്തിനാ? പണ്ട് ആൽഫ്രഡ് പറഞ്ഞതുപോലെ തന്നെ ഇവളെ ഇഷ്ടപ്പെടാത്ത ഒരാളുടെ തലയിൽ ഇവളെ കെട്ടിവെക്കേണ്ട കാര്യമുണ്ടോ? ഇവളെ സ്നേഹിക്കുന്ന, ഇവളെ മനസ്സിലാക്കുന്ന ഒരുത്തിൻ്റെ കൂടെ പറഞ്ഞയച്ചാലല്ലേ ഇവൾക്ക് സമാധാനം സന്തോഷം കിട്ടുള്ളൂ. അത് കണ്ടിട്ട് അവളുടെ അമ്മയ്ക്ക് സമാധാനമാകുള്ളൂ. അല്ലാതെ എൻ്റെ കൂടെ കൂടി കാലാകാലം ഇങ്ങനെ ഇഷ്ടമില്ലാത്തൊരു ജീവിതം ജീവിക്കേണ്ട ഒരു കാര്യമില്ല. ഇതിപ്പോൾ ഞങ്ങളുടെ വിവാഹത്തിൽ ഇവൾക്ക് മാത്രമല്ലേ താല്പര്യമുള്ളൂ, എനിക്ക് താല്പര്യമില്ല. ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവൻ ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഇവളെ അംഗീകരിക്കാനോ സ്നേഹിക്കാനോ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ വിവാഹത്തോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല. ഇനി ആരുടെയും വാക്ക് ഞാൻ കേൾക്കാനില്ല എന്നിങ്ങനെ പറയുമ്പോൾ അവിടേക്ക് അജയുടെ അമ്മ വന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഈ വിവാഹം നടന്നിരിക്കും. നിന്നോട് ഞാനാ പറയുന്നത്, ഈ അഞ്ജനയുടെ കയ്യിൽ നീ മോതിരം അണിയിക്കണം, ഈ വിവാഹം നടക്കണം. അല്ലെങ്കിൽ ഈ വീട് വിട്ട് ഇറങ്ങിപ്പോകുന്നത് മറ്റാരുമല്ല ഞാനായിരിക്കും, എൻ്റെ ശവമായിരിക്കും പിന്നീട് നീ കാണുക എന്നൊക്കെ പറഞ്ഞിട്ട് നിർബന്ധിതനായി അജയിനെ കൊണ്ട് വിവാഹം മോതിരം അണിയിക്കാൻ കേട്ടോ അഞ്ജനയുടെ വിരലുകളിൽ. അങ്ങനെ അജയ് ആണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെ ആകെ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണേ. തൻ്റെ അമ്മയെ ധിക്കരിക്കണോ, തൻ്റെ മുത്തശ്ശിയെ ധിക്കരിക്കണോ, അതോ തൻ്റെ സ്വപ്നങ്ങൾക്ക് വില നൽകണോ, എന്താ ചെയ്യേണ്ടതെന്നറിയാതെ വല്ലാത്തൊരു അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ് കേട്ടോ നമ്മുടെ അജയ്. അങ്ങനെ അജയ് നിവൃത്തിയില്ലാതെ അഞ്ജനയുടെ കയ്യിൽ മോതിരം അണിയിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ അജയ്ക്കാണെങ്കിൽ ഒട്ടും തന്നെ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ അജയ് പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തണമെന്ന് മനസ്സിലാക്കാൻ കേട്ടോ. അങ്ങനെ ഭൂമിയെ പോയി കണ്ട് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുകയാണ്. അങ്ങനെ ആൽഫ്രഡിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു എഗ്രിമെൻ്റ് വിവാഹം കഴിക്കാൻ തീരുമാനിക്കാൻ കേട്ടോ. വീട്ടുകാരുടെ മുൻപിൽ താൻ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഇനി അതൊന്നും വില പോകില്ല. അതുകൊണ്ട് തന്നെ തൻ്റെ വിവാഹം കഴിച്ച് താൻ ഇനി വീട്ടിൽ ചെന്നാൽ മാത്രമേ ഇതൊക്കെ കെട്ടിടങ്ങുള്ളൂ എന്ന് മനസ്സിലാക്കുന്ന അജയ് ആണെങ്കിൽ വിവാഹം കഴിക്കാൻ തന്നെ തീരുമാനിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഭൂമിയെ വിവാഹം കഴിച്ചുകൊണ്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വീട്ടിലേക്ക് കയറി വരികയാണ് അജയ്. ഇത് കണ്ടുകൊണ്ട് ഞെട്ടിത്തരിച്ച് നിൽക്കുന്ന സൗഭാഗ്യപുരത്തുള്ളവരെ കാണിക്കുകയാണ് കേട്ടോ. അങ്ങനെ മുത്തശ്ശിയും അജയുടെ അമ്മ അച്ഛൻ അങ്ങനെ എല്ലാവരും ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് കേട്ടോ. ഭവാനി ആണെങ്കിൽ അന്തം വിട്ട് നിൽക്കുകയാണേ. താൻ എല്ലാം കീഴടക്കി എന്നുള്ള ഭാവത്തിൽ അഹങ്കരിച്ച് നിൽക്കുന്ന അഞ്ജനയും ഭവാനിയും തൻ്റെ കൂപ്പുകുത്തുന്ന ഒരു എപ്പിസോഡായിരിക്കും കേട്ടോ അത്. അങ്ങനെ ഭൂമി കയറി വരികയാണ് കേട്ടോ. അപ്പോൾ മുത്തശ്ശി പറഞ്ഞിട്ട് നിൽക്ക, എന്താ ചെയ്ത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, കണ്ടിട്ട് മനസ്സിലായില്ലേ മുത്തശ്ശി, ഞാൻ ഭൂമിയെ വിവാഹം കഴിച്ചു, അത്ര തന്നെ. നീ ഭൂമിയെ വിവാഹം കഴിച്ചിരുന്നു, നിനക്ക് പറയാൻ നാണമില്ലേ? നീ ഈ വീട്ടിലെ പെൺകുട്ടിയുമായിട്ട് വിവാഹ നിശ്ചയം കഴിഞ്ഞതൊക്കെ നീ മറന്നുപോയോ? വിവാഹ നിശ്ചയം നടത്തിയതല്ലല്ലോ, നിങ്ങളെല്ലാവരും കൂടെ നടത്തിപ്പിച്ചതല്ലേ. ഞാൻ അന്നും ഇന്നും എല്ലാം പറഞ്ഞതാണല്ലോ എനിക്ക് ഈ വിവാഹത്തോട് താല്പര്യമില്ല, ഞാൻ കഴിക്കില്ല
ഇരിക്കില്ല എന്നൊക്കെ. അപ്പോൾ എല്ലാവരും ഭീഷണി മുഴക്കി, ആത്മഹത്യാ ഭീഷണിയും അങ്ങനെ എന്തൊക്കെ ഭീഷണികളായിരുന്നു. അങ്ങനെ ഇപ്പോൾ വഴങ്ങിക്കളയാൻ എൻ്റെ ജീവിതം ഞാൻ ഒരുക്കല്ല. എനിക്കൊരു പെൺകുട്ടിയെ ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. എനിക്ക് ഭൂമി ഇഷ്ടമാണ്. ഭൂമിയെ ഞാൻ വിവാഹം കഴിക്കുകയും ചെയ്തു. അവൾ എൻ്റെ ഭാര്യയാണ്. ഇന്നു മുതൽ അവൾ ഈ വീട്ടിൽ താമസിക്കും എന്ന് പറയാൻ കേട്ടോ. ഇത് കേൾക്കുമ്പോൾ മുത്തശ്ശിയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ട് ആകെ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. മുത്തശ്ശിയുടെ ദേഷ്യം അടക്കാനാവില്ല കേട്ടോ. അങ്ങനെ മുത്തശ്ശി ഭൂമിയോടും ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. ഭൂമിയോട് പറയുന്നുണ്ട്, എന്നാലും നിന്നെ ഞങ്ങൾ എന്തുമാത്രം സ്നേഹിച്ചതാ. ഈ കുടുംബത്തെ കുട്ടിയെപ്പോലെ നിന്നെ കണ്ടത്. നീ ഞങ്ങളോട് ഈ ചതി ചെയ്യുമെന്ന് ഞങ്ങൾ കരുതിയില്ല. അജയ് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പോലും നിനക്ക് പറയാമായിരുന്നു അഞ്ജനയെ വിവാഹം കഴിക്കണം, അഞ്ജനയുമായിട്ടുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞതല്ലേ, എന്തെങ്കിലും നിനക്കൊരു വാക്ക് പറയാമായിരുന്നു. പക്ഷേ നീ അതൊന്നും ചെയ്യാതെ വെട്ടിയും കിടക്കയെടുത്ത് നീ ഇവൻ്റെ കൂടെ പുറപ്പെട്ടല്ലേ. ഇന്ന് മുതൽ നീ ഞങ്ങളുടെ ആരുമല്ല. നീയും ഈ കടക്ക് പുറത്ത് ഇനി നിങ്ങൾ ഒരു നിമിഷം പോലും ഈ വീട്ടിലുണ്ടാവാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി ആകെ ദേഷ്യപ്പെടുകയാണ് കേട്ടോ. ആ സമയത്ത് അജയുടെ അമ്മയ്ക്ക് ഇതൊന്നും സഹിക്കുന്നില്ല കേട്ടോ. അജയുടെ അമ്മ മുത്തശ്ശിയുടെ കാല് പിടിച്ചിട്ട് പറയുന്നുണ്ട്, അമ്മേ അങ്ങനെയൊന്നും ചെയ്യരുത് അമ്മേ. അവന് ഒരു അബദ്ധം പറ്റി. ഇനി അവർ ഭാര്യ ഭർത്താക്കന്മാരാ. അവരുടെ വിവാഹവും കഴിഞ്ഞു. ഇനി നമ്മൾ അവരെ പടിയിറക്കി പിണ്ടം വെക്കുന്നതിൽ ഒരർത്ഥവും ഇല്ല. അവൻ്റെ ഇഷ്ടപ്രകാരം അവൻ വിവാഹം കഴിച്ചു. അമ്മ അവരെ ഇങ്ങോട്ടേക്ക് കയറ്റണം, അല്ലെങ്കിൽ എൻ്റെ മകനെ പിരിഞ്ഞിരിക്കാൻ എനിക്കാവില്ല. അവരുടെ കൂടുതൽ ഞാനും ഇറങ്ങിപ്പോകും എന്നൊക്കെ പറഞ്ഞപ്പോൾ മുത്തശ്ശിക്ക് നിവർത്തിയില്ലാതെ മുത്തശ്ശി പറയുന്നുണ്ട്, എന്തെങ്കിലും കാണിക്ക്, ആരെങ്കിലും വിളിച്ചുകൂട്ട്. പക്ഷെ ഞാൻ പറഞ്ഞേക്കാം, ഇന്ന് മുതൽ എനിക്കിങ്ങനൊരു ചെറുമകനുമില്ല, ഇങ്ങനൊരു ഭൂമിയുമില്ല എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി ആകെ കലിയിളകി അകത്തേക്ക് പോകാൻ കേട്ടോ. ആ സമയത്ത് ഭവാനി വന്ന് ഭൂമിയോട് പറയുന്നുണ്ട്, എൻ്റെ മകള് വാഴേണ്ട സ്ഥാനത്തേക്ക് നീ വന്നത് അധികകാലം നീ വാഴില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഭവാനിയും പോവുകയാണേ. അങ്ങനെ ഭൂമിക്ക് ആകെ സങ്കടമായിട്ടോ. മറ്റൊന്നുമല്ല, മുത്തശ്ശീനെയും എല്ലാവരെയും തനിക്ക് പിണക്കേണ്ടി വന്നല്ലോ. എല്ലാവരുടെയും ആത്മാർത്ഥ സ്നേഹമായിരുന്നു തന്നോട്. പക്ഷെ ആ സ്നേഹമൊക്കെ ഇനി നിഷ്ഫലമായി പോയല്ലോ എന്ന് മനസ്സിലാക്കിയ ഭൂമി വല്ലാത്ത പ്രയാസത്തിലാണ് കേട്ടോ. ഭൂമിക്ക് എല്ലാവരിൽ നിന്നും ഒരു അകലിച്ച് ഏർക്കേണ്ടി വന്നത് ഭൂമിക്ക് വല്ലാത്തൊരു വിഷമം തന്നെയാണ്. അങ്ങനെ പിന്നീട് ഭൂമി വലത് കാലി വെച്ച് വീട്ടിലേക്ക് കയറുകയാണ് കേട്ടോ. നിലവിളക്ക് കൊടുത്ത് സ്വീകരിക്കാനോ ആരതി ഒഴിയാനോ ആരുമില്ല. അങ്ങനെ ഭൂമിയും അജയും പുതിയൊരു ജീവിതത്തിലേക്ക് കിടക്കുകയാണ് കേട്ടോ. അങ്ങനെ ദിവസങ്ങൾ കഴിയുന്നു, മാസങ്ങൾ കഴിയുന്നു. അഞ്ജനയ്ക്ക് ഭൂമിയോടുള്ള വൈരാഗ്യവും ദേഷ്യവും കൂടിക്കൂടി വരുന്നതല്ലാതെ ഒരു തരിമ്പ് പോലും കുറയുന്നില്ല കേട്ടോ. അഞ്ജനയാണെങ്കിൽ ഭൂമി ഏത് വിധേനയും ഇവിടുന്ന് പുറത്ത് ചാടിക്കണമെന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടി മാത്രമായിരിക്കും കേട്ടോ ആ വീട്ടിൽ കഴിയുന്നത്. ഭൂമി ചെയ്യുന്ന ഓരോ കാര്യത്തിനും തെറ്റുകളും കുറ്റങ്ങളും കണ്ടുപിടിക്കുകയും ഭൂമിക്ക് വേണ്ടിയിട്ട് ഓരോരോ കെണികൾ ഒരുക്കുകയും ഇതൊക്കെ തന്നെ നമ്മുടെ അഞ്ജനയുടെയും ഭവാനിയുടെയും തൊഴിലേ. പക്ഷേ അതിൽ നിന്നുമെല്ലാം ഭൂമി തന്ത്രപരമായി രക്ഷപ്പെടുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ അജയ് കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് കൂട്ടു നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മാസങ്ങൾ കഴിയുകയാണ് കേട്ടോ. കുറേ നാളുകൾക്ക് ശേഷം നമ്മുടെ ഭൂമിയാണെങ്കിൽ ഭവാനിയാണ് തൻ്റെ അച്ഛനെ കൊന്നതെന്നുള്ള സത്യം ഏകദേശം അറിഞ്ഞു വരികയാണ് കേട്ടോ. ഏകദേശം അറിയുകയാണ്. അത് കമാലി വഴിയായിരിക്കും കേട്ടോ അറിയുന്നത്. അതായത് ഭൂമിയാണെങ്കിൽ നമ്മുടെ അജയ്ക്ക് ഭക്ഷണവുമായിട്ട് സ്റ്റേഷനിലേക്ക് പോകുന്ന വഴി കമാലാണെങ്കിൽ ഭൂമിയെ പിന്തുടർന്ന് കൊല്ലാൻ ശ്രമിക്കുമ്പോൾ അജയ് പിടികൂടുകയും അങ്ങനെ അജയ് ചോദ്യം ചെയ്യുമ്പോൾ ഭവാനിയാണ് ഇതിനെല്ലാം കാരണക്കാരി, ഭവാനിയാണ് ഇത്രയും നാളും തങ്ങളെ വേട്ടയാടിക്കൊണ്ടിരുന്നത് എന്നുള്ള സത്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ അജയും അതുപോലെ തന്നെ ഭൂമിയും ആ സത്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേങ്കിൽ ഭവാനി ഇതൊക്കെ അറിഞ്ഞിട്ട് കമാലിനെ കൊല്ലുന്നുണ്ട് കേട്ടോ. അങ്ങനെ തെളിവുകൾ അവശേഷിക്കാത്തത് കൊണ്ട് തന്നെ ഭവാനിക്കെതിരെ നല്ലൊരു തെളിവുകൾ കിട്ടിയതിന് ശേഷം സൗഭാഗ്യപുരത്ത് അറിയിക്കാൻ തീരുമാനിക്കുകയാണ് അജയും അതുപോലെ തന്നെ നമ്മുടെ ഭൂമിയും കൂടെ. ഇങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് ഇതെല്ലാം കേട്ടതിന് ശേഷം നമ്മുടെ ഭവാനിയാണെങ്കിൽ ഒരു ദിവസം എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞ് മറ്റു ഒരു ഗുണ്ടയുമായിട്ട് സംസാരിക്കാനിട്ടോ. അപ്പോൾ ഭവാനി പറയുന്നുണ്ട് അജയിനെയും അതുപോലെ തന്നെ ഭൂമിയെയും തീർത്തേക്കണം. ഇനി അവരെ തീർത്തില്ലെങ്കിൽ ഇനി എൻ്റെ അസ്തിത്വം തന്നെ നഷ്ടപ്പെടും എന്നിങ്ങനെ പറയാൻ കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് അജയിനെയും ഭൂമിയെയും എത്രയും പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കണം, അവരെ കൊന്നുകളഞ്ഞിരിക്കണം. ഇനി ആ ഭൂമി ലോകത്ത് അവർ ഉണ്ടാവാൻ
ഉണ്ടാവാൻ പാടില്ല എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. ഈ സമയത്ത് ഭൂമി ഗർഭിണിയും കൂടെ ആയിരിക്കും കേട്ടോ. ഇതൊക്കെ അഞ്ജന കേൾക്കാൻ കേട്ടോ. അങ്ങനെ ഭവാനി ഇത്രയും നാളും ചെയ്ത ക്രൂരതകളും കൊലകളും ഒക്കെ അഞ്ജന ഒളിഞ്ഞു നിന്ന് കേൾക്കാൻ കേട്ടോ. അങ്ങനെ അഞ്ജനയുടെ മാനസിക നില തന്നെ തെറ്റിയെന്ന് പറയാം. കാരണം അഞ്ജന ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല തൻ്റെ അമ്മ ഇത്രയും വലിയ ക്രൂരത കാണിക്കുന്നവളാണെന്ന്, അക്രമിയാണെന്ന് അഞ്ജനയ്ക്ക് വിശ്വസിക്കാനാവുന്നില്ല കേട്ടോ. ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ ഇതൊക്കെ ചെയ്യുകയാണ് എന്ന് മാത്രമായിരിക്കും അഞ്ജന വിശ്വസിച്ചിരുന്നത്. പക്ഷെ അമ്മ ഒരു കൊലയാളികളാണ്, ഒരുപാട് കൊലകൾ ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്ന അഞ്ജനയ്ക്ക് ഭവാനിയോട് വെറുപ്പും വിദ്വേഷവും ഒക്കെ തോന്നി തുടങ്ങുകയാണ് കേട്ടോ. അങ്ങനെ ഭവാനി പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് ഞെട്ടിത്തരിച്ച് നിൽക്കുന്ന അഞ്ജനയാണെങ്കിൽ ഓടിച്ചെന്ന് അജയുടെ കാല് പിടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഭൂമിയോടും പറയുന്നുണ്ട്, ഇപ്പോഴാണ് ഞാൻ എൻ്റെ അമ്മേനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ അറിയുന്നത്. അങ്ങനെ അജയുടെ കാല് പിടിക്കാൻ കേട്ടോ അഞ്ജന. എന്നിട്ട് പറയുന്നുണ്ട്, ഇത്രയും നാളും ഞാൻ നിങ്ങളെ ഒരുപാട് ദ്രോഹിച്ചു, അതൊക്കെ എൻ്റെ അറിവില്ലായ്മ കൊണ്ടാണ്, എന്നോട് ക്ഷമിക്കണം. ഇപ്പോഴാണ് ഞാൻ സത്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. എൻ്റെ അമ്മ എത്രമാത്രം ക്രൂരയാണെന്ന് ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. എൻ്റെ അമ്മയുടെ വായിൽ നിന്ന് തന്നെ ഞാൻ കേട്ടു കൊല ചെയ്തതും. അങ്ങനെ എല്ലാം എനിക്കൊരിക്കലും അത് അംഗീകരിക്കാൻ കഴിയില്ല. ഭൂമി എന്നോട് ക്ഷമിക്കണം. തന്നെ ഒരുപാട് ഞാൻ ദ്രോഹിച്ചിട്ടുണ്ട്, അതൊന്നും മനസ്സിൽ വയ്ക്കരുത്. ഇപ്പോൾ നിൻ്റെയും അതുപോലെ തന്നെ അജയുടെയും ജീവൻ തന്നെ ആപത്താണ്. അതുകൊണ്ടാണ് ഞാനിത് വന്ന് പറയുന്നത്. എൻ്റെ അമ്മ നിങ്ങളെ കൊല്ലാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്തിരിക്കുകയാണ്. ഞാൻ ഒരിക്കലും അതിന് ഞാൻ കൂട്ടു നിൽക്കില്ല. എന്നോട് ക്ഷമിക്കണം. എൻ്റെ അമ്മ ചെയ്ത തെറ്റിനൊക്കെ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറയാൻ കേട്ടോ. അതൊക്കെ കേട്ടിട്ട് അജയ്ക്കും ഭൂമിക്കും സങ്കടമാകാൻ കേട്ടോ. അജയാണെങ്കിൽ അഞ്ജനനെ ചേർത്ത് പിടിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, നീ എൻ്റെ അനിയത്തിയാണ്, അത് നീ മനസ്സിലാക്കുക. നിന്നെ ഒരിക്കലും ഞാൻ എൻ്റെ മുറപ്പെണ്ണായിട്ടോ അല്ലെങ്കിൽ എൻ്റെ ഭാര്യയാകാൻ പോകുന്നതായിട്ടോ കണ്ടിട്ടില്ല. നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ നിൻ്റെ അമ്മ കാരണമാണ് നീ ഇങ്ങനായി പോയത്. എനിക്ക് നന്നായിട്ട് അറിയാം. നീ ഒന്നും ഓർത്ത് സങ്കടപ്പെടേണ്ട. നിന്നോട് ഞങ്ങൾക്ക് ഒരു ദേഷ്യവും വിദ്വേഷവും ഒന്നുമില്ല. ഞങ്ങളുടെ കാര്യം ഓർത്തിട്ട് നീ ടെൻഷൻ അടിക്കണ്ട എന്ന് പറയാൻ കേട്ടോ. ആ ഒരു സമയത്ത് അപ്പോൾ നിങ്ങൾ എല്ലാ സത്യങ്ങളും അറിഞ്ഞതാണോ എന്ന് ചോദിക്കുമ്പോൾ, പിന്നെ ഞങ്ങൾക്കെല്ലാം അറിയാം. ഭൂമിയുടെ അച്ഛനെ കൊന്നത് നിൻ്റെ അമ്മയാണ്, അത് ഞങ്ങൾ അറിഞ്ഞു കഴിഞ്ഞതാണ്. പക്ഷേ ആ കൊല്ലാൻ ഏൽപ്പിച്ച കമാലിനെ വരെ നിൻ്റെ അമ്മ കൊന്നു. അത്രമാത്രം ക്രൂരയാണ്. ഇനിയിപ്പോൾ ഞങ്ങളെയും കൊല്ലാൻ വേണ്ടിയിട്ട് ഏർപ്പാടൊക്കെ ആക്കിയിട്ടുണ്ടെന്ന് ഇപ്പോൾ മനസ്സിലായി. പക്ഷേ എന്തായാലും അവരെ നിയമത്തിന് വിട്ടുകൊടുക്കും. അതിന് തക്കതായ തെളിവുകൾ ഞങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ അഞ്ജന പറയുന്നത്, അതൊന്നും വേണ്ട, എനിക്ക് പിന്നെ ആരാനുള്ളത്? എൻ്റെ അമ്മ പോയി കഴിഞ്ഞാൽ എൻ്റെ അമ്മേനെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാം. എൻ്റെ അമ്മേനെ അറസ്റ്റ് ചെയ്യുകയൊന്നും ചെയ്യരുത് അജയ് എന്ന് പറയുമ്പോൾ, അത് നിനക്ക് പറഞ്ഞ് മനസ്സിലാവില്ല. നിനക്ക് നിൻ്റെ അമ്മയോടുള്ള അതിയായ സ്നേഹം കൊണ്ട് നിനക്ക് തോന്നുന്നതാണ്. പക്ഷെ നിൻ്റെ അമ്മേനെ നിയമത്തിന് മുൻപിൽ വിട്ടുകൊടുത്തില്ലെങ്കിൽ അത് ശരിയാവില്ല മോളെ. നിൻ്റെ അമ്മയ്ക്ക് വൈരാഗ്യവും പ്രതികാരവും തലയ്ക്ക് പിടിച്ചിരിക്കുക, ഭ്രാന്ത് പോലെയാണ് നിൻ്റെ അമ്മ പെരുമാറുന്നത്. അതിന് ചെറിയൊരു ശിക്ഷ അത് അനിവാര്യമാണ് എന്നൊക്കെ പറയാൻ കേട്ടോ. എങ്കിലും എൻ്റെ അമ്മേനെ എല്ലാവരുടെ മുൻപിൽ തെറ്റുകാരിയാക്കരുത്, കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ചാൽ പോരെ എന്ന് പറയുമ്പോൾ, അതൊന്നും ശരിയാവില്ല. നിൻ്റെ അമ്മ ഇനിയും കൊലകൾ ചെയ്തുകൊണ്ടേയിരിക്കും. ഈ കുടുംബത്തിൻ്റെ നാശം അതാണ് അവരുടെ ലക്ഷ്യം എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ അഞ്ജനയും അതെല്ലാം സമ്മതിക്കുകയാണേ.